നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോൺലെസ് ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ മസാല റെഡിയായി. ഇനി മുട്ടയിലേക്ക് മല്ലിയിലയും ചില്ലി ഫ്ലെക്സും പാത്രത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതും ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് സമോസ ഷീറ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അടിവശത്ത് ക്രോസ് ആയിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ലെയർ ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ സമോസ ഷീറ്റ് വെള്ളത്തിൽ ഡിപ്പ് മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള മുട്ട മിക്സ് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ കുക്കായി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.